ഇതാണോ നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ച സംസ്കാരം? അമ്മയ്ക്ക് ഇതെന്താ? മിണ്ടിപ്പോരുത്. നിന്റെ ഷർട്ട് എന്തിയടാ? പോയി ഷർട്ട് എടുത്തിടാ. ഒരു കോമളം നടക്കുന്നു. ഇറങ്ങിപ്പോകാൻ നിന്നോട് ഇനി പ്രത്യേകം പറയണോ? നീ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചോണ്ട് ഇവിടെ നിന്നോ? കൺമുന്നിൽ വെച്ച് ജീവിതം നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. അത് ഓർമ്മ വേണം. എന്താ ഒരു പ്രതിവിധി? ഒറ്റ വഴിയുള്ളൂ. എന്താ അത്? അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യണം. അല്ലാതെ അമ്മയെ കൊണ്ടൊരു രക്ഷയില്ല. അമ്മ ഈ വീട്ടിലുള്ളിടത്തോളം കാലം സ്വസ്ഥമായിട്ട് എനിക്കും ഗീതുവിനൊന്നും പ്രേമിക്കാൻ കൂടെ പറ്റില്ല. എന്ന് വെച്ച് അമ്മ ഈ പ്രായത്തിലാണോടാ ഉപേക്ഷിക്കുന്നേ? അത് തന്നെയല്ല. നിനക്കറിയാമല്ലോ, അവളുടെ ആങ്ങളമാരെ എന്തിനും പോകുന്ന മല്ലന്മാരാ. രണ്ടും കളരിയാ. വയസ്സുകാലത്ത് ഞാൻ കൂമ്പിൽ ഇടികൊണ്ട് കിടക്കുന്ന കാണണോ നിനക്ക്? പിന്നെ എന്ത് ചെയ്യും? അംബിക എനിക്കൊരു വിഷയമല്ല. അച്ഛനെ അമ്മയൊന്ന് അടക്കി വെക്കി നിർത്താൻ പറ്റും? കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ അതിനല്ലടാ ശ്രമിക്കുന്നേ. നടക്കത്തില്ല. അവളെ കണ്ടാൽ അറിയില്ലേ, അവൾ ഒതുങ്ങത്തില്ല. ഇക്കണക്കിന് പോലും തുടങ്ങിയ ഗീത ഇവിടുന്ന് പോവും. അമ്പിയെ പിന്നെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. അറം പറയുന്ന വാക്കൊന്നും പറയില്ലടാ. കോടികളാ ഗീതുവിന്റെ പേരിലുള്ള സ്വത്ത്. അത് കണ്ടു മോഹിച്ചു പോയി ഞാൻ. എന്ന അച്ഛൻ തന്നെ ഒരു മാർഗം പറ. നിന്റെ അമ്മയെ കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പറഞ്ഞുവിടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് നിങ്ങളുടെ കളപ്പുരയ്ക്കൽ തറവാടല്ല, വരുന്നവരെ ആക്ഷേപിച്ചു വിടാൻ. ആക്ഷേപിച്ചാലും സഹിക്കും. അത് പെണ്ണ് കൊടുത്തവരുടെ മാന്യത. കൊടുത്തതല്ലോ, കെട്ടിയേൽപ്പിച്ചതല്ലേ. എന്നിട്ടും ഞങ്ങൾ ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല. പൊന്നു പോലെയാ നോക്കണേ. എന്നാലും ഒരു സംശയം ബാക്കിയുണ്ട്. ആരുടെ കുഞ്ഞാ അവളുടെ വയറ്റില്? അർജുനൻ സമ്മതിച്ചില്ലേ? പിന്നെന്താ? എന്റെ അനിയനെ എനിക്ക് ശരിക്കറിയാം. താലികെട്ടാന്ന് പറഞ്ഞു അർജുനേട്ടൻ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോള് ജീവിക്കേണ്ടിയിരുന്നത്. ഇത്രയും വലിയ അബദ്ധം നീ കാണിക്കുമെന്ന് ചിന്തിച്ചില്ലല്ലോ ഏട്ടൻ. ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു അതിശയമാണ് നിന്റെ കാര്യം ഓർക്കുമ്പോ. ഇനിയും നീ എന്തൊക്കെയോ മനസ്സിൽ മറച്ചു പിടിക്കുന്നുണ്ടോ മോളെ? ഒന്നുമില്ല ഏട്ടാ. ഇങ്ങനെയൊക്കെ ജീവിതം പോകുന്നവരങ്ങ് പോട്ടെ ഏട്ടാ. നിങ്ങൾ ആരും സങ്കടപ്പെടാതിരുന്നാ മതി. എന്റെ കാര്യം ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണെങ്കിൽ ഞാൻ ഓടി ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ശരിയാവും, എല്ലാം ശരിയാവും. എന്റെ അനിയത്തിക്ക് ഇവിടെ സുഖമാണോ ദുഃഖമാണോ എന്ന് പറഞ്ഞില്ല അവള്. ബാസ്റ്റർഡിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുപാട് അറിവ് വേണം. ഏട്ടനായിരിക്കും. എങ്ങനെയാണ് ഹരിയേട്ടാ? മൈന സുഖമായിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അവളോട് സ്നേഹമൊക്കെ തന്നെയാ. അർജുനോ? അവനെ കാണാൻ പറ്റില്ല. എന്നാലും പഴയ പോലെ ബഹളക്കാരനല്ലെന്നാ മൈന പറഞ്ഞത്.
അനക്കമില്ല. തലയിടിച്ചിട്ട് ബോധം പോയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും. പിടിക്കും.